Hello guys, welcome back to my channel Peter Variety. അപ്പോൾ guys, I will come again with a new episode of the Bus guys. അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ ഒരു കിട്ടിക്കാഴ്ച എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ട്രിപ്പ് കാര്യങ്ങളൊന്നുമല്ല, ഇന്ന് നമ്മുടെ ഒരു വണ്ടി ഓട്ടത്തിലാണ്, ഒരു വണ്ടി പണിയാൻ കിടക്കുന്നത്. അതായത് നമ്മൾ അപ്പം നമ്മുടെ ആ ഡ്രൈവറിൻ്റെ കെയർ ഓഫിൽ നമുക്കൊരു ലോഡ് എടുക്കണം. നമുക്ക് എന്നിട്ട് നമ്മൾ കുറച്ച് സവോള അങ്ങനെയുള്ള പച്ചക്കറി ലോഡാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇവനെ എടുത്തിട്ടൊരു പെടപെടക്കണം ഗൈസ്. അപ്പം ഞാൻ മാത്രമല്ല, നമ്മുടെ ഇന്ന് അപ്പുസൈഡുണ്ട്. അപ്പം അപ്പുസൈഡിന് ഇപ്പം എന്താ പറയുക, അളിയെ നീ എന്തെങ്കിലും വ്ലോഗിൽ പറയുന്ന ഇൻട്രോയിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഇതുപോലത്തെ കീഴിലെ വീഡിയോസ് കാണാനായിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനലിനെ കുറിച്ച് 2 ആൾക്ക് ബുക്ക് അടിച്ചിട്ടുണ്ട് എന്നത്തെ പോലെ. അപ്പം നമുക്ക് വലിച്ച് നീട്ടുന്നില്ലേ, അപ്പം നമുക്ക് പെട്ടെന്ന് ലോഡ് എടുക്കണം. എന്നിട്ട് നമുക്ക് ഇച്ചിരി ഹെവി റോഡാണ് കഴിച്ചത്. അപ്പം നമുക്ക് എന്നാ വഴി പോകണം. അപ്പോൾ നമുക്ക് എല്ലാവരും പെടപടക്കണം കഴിച്ചു. അപ്പം വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക കഴിച്ചു. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഗെയിം. First let me get lost, get faded, get high off the love I'm making. Go home with you late night, I do anything to feel alright. Can't get up. അങ്ങനെ നമ്മൾ വലിച്ചു നീട്ടാതെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഗ്ലാസ് കാര്യങ്ങളൊക്കെ അടച്ച് നമുക്ക് ഇടുന്ന ഐശ്വര്യമായിട്ട് ആ ലോറിങ് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് പോട്ടെ, ഫസ്റ്റിൽ ഇട്ട് പോകാം ഗൈസ്. പിന്നെ BS6 തന്നെയാണ്. പിന്നെ എന്തൊക്കെയാണ് ഗൈസ്, നമ്മുടെ ഷാജി വസ്ത വീണ്ടും അപ്ഡേഷനൊക്കെ കഴിഞ്ഞ് ഇറങ്ങാറായി. അപ്പം അതിൻ്റെ ഒരു റിവീലിംഗ് വീഡിയോ വരും. പിന്നെ നമുക്കൊരു കുഞ്ഞു വണ്ടിയുടെ കാര്യത്തിൽ ഒത്തു വന്നിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ഒരു ട്രാവലറും കൂടെ എടുത്താലോ എന്നൊരു ചിന്തയിലാണ്. അപ്പം അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ ലോഡും കൊണ്ട് വന്നത്. കാരണം നമുക്ക് അത്രയും ഫണ്ട് സെറ്റ് ചെയ്യണമല്ലോ. പിന്നെ നമ്മുടെ ഈ എന്താ പറയുക, വാക്കുകളില്ലല്ലോ, വന്നിട്ട് വാക്കിന് കണ്ടിട്ടില്ലാതായ. ചുമ്മാ തീടെ നമ്മളെങ്ങനെയും ലോഡൊന്ന് പെട്ടെന്ന് എത്തിക്കാൻ നോക്കുമ്പോൾ എങ്ങനെയും കയറിപ്പോകും. പിന്നെ ഗൈസ്, നമ്മുടെ അപ്പ സൈഡിന് പുതിയ ലൈനൊക്കെ സെറ്റായി ഗൈസ്. അല്ല ചെറുക്ക ഇച്ചിരി തീയായി വരുന്നു. ഏടേ നീ എന്നെ അങ്ങനെ ആക്കല്ലേ, നമുക്കും വരും ഒരു സംഭ്രമം കേട്ടാ, അതൊക്കെ വരും. ഇത് നമ്മുടെ മറ്റേ ഡ്രൈവർ, നമ്മുടെ BMRന്റെ ഡ്രൈവർ ശശിയണ്ണന്റെ, അയ്യോ തട്ടിയില്ലേ, ശശിയണ്ണന്റെ കെയർ ഓഫിൽ നമ്മളെടുത്ത വണ്ടി. വണ്ടി കുഴപ്പമില്ല, അല്ല അലങ്കരിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. അല്ല നമ്മളിപ്പോ ലോറിയായിട്ട് കുറെ അകത്തോട്ട് കയറി വന്നല്ലോ, ഇത്ര നേരമായിട്ട് സ്ഥലം എത്തിയില്ലേ? ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു നിങ്ങൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നാണ് തോന്നുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. ഇതിപ്പോ സ്ഥലവും എത്തിയില്ല, എന്തിനു ചെയ്യാനത്? അല്ലടാ, ഇവിടെ അടുത്താണ്. നമുക്ക് ലോഡ് എടുത്തിട്ട് വേണം നമുക്ക് കയറി പോകാനായിട്ട്. ഈ റോഡിന്റെ ഇപ്പുറ സൈഡിൽ നിർത്താനാണ് അവൻ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യും, റോഡിന്റെ ഇപ്പുറ സൈഡിൽ കയറ്റി നിർത്താം. അതകത്തോട്ട് നിർത്താൻ. ചുമ്മാ കേസ്, ഞാൻ ഈ 4th ഇട്ടിട്ടേ വണ്ടി എടുക്കുന്നേ. ഓക്കെ, നമ്മളങ്ങനെ വണ്ടി ഒരു സൈഡൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് വണ്ടി ഓഫ് ചെയ്യാൻ ഇറങ്ങാം. അപ്പം ഗൈസിന് നമുക്ക് നമ്മുടെ ലോഡ് കയറ്റിട്ട് കാണാം. അപ്പം 1 eternity later. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടിയിൽ ലോഡ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലോഡ്. ഇത് കണ്ട പലവ്യഞ്ജനങ്ങൾ, ഐ മീൻ പച്ചക്കറിയാണ് ഗൈസ്, മെയിനായിട്ട് സവോള.
ഈ ലോറിയൊക്കെ ഞാൻ മേടിച്ചാലും അറിയുന്നത് വണ്ടി ഒരു പക്ക സാധനം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വണ്ടി. ഗൈസ് ഇനി ഒട്ടും സമയങ്ങളില്ല, പെട്ടെന്ന് ലോഡ് എത്തിക്കുള്ളൂ. എത്രയും പെട്ടെന്ന് ലോഡ് എത്തിക്കുന്നോ അത്രയും ശമ്പളം കൂട്ടിത്തരാമെന്നാണ് നമ്മളെ മൊയലാളി പറഞ്ഞിരിക്കുന്നത്. അപ്പം നേരെ വണ്ടി കയറട്ടെ, നമുക്ക് വിടാം. അപ്പോൾ ഗൈസ് ലോഡൊക്കെ കയറി നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് കത്തിച്ചേക്കാം ഗൈസ്. എന്നാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ നമ്മൾ ഈ ലോഡ് എത്രയും പെട്ടെന്ന് എത്തിക്കുന്ന അത്രയും ബോണസ് കിട്ടുമല്ലേ? ഓടെ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിക്കുന്ന അത്രയും ബോണസ് കൂട്ടിത്തരാന്നാണ് അങ്ങേര് പറഞ്ഞേക്കുന്നത്. നിനക്കറിയാലോ അങ്ങേര് മുരട്ടനാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ റോങ് സൈഡെ കയറി മാക്സിമം സ്പീഡിൽ എത്തിക്കുക. ഏതായാലും പുള്ളിയുടെ വണ്ടിയല്ലേ, പുള്ളി സെറ്റാക്കിക്കോളും തട്ടിയാലും മുട്ടിയാലൊക്കെ. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഒരു ഹൈ റേഞ്ച് റോഡ് പിടിച്ചിട്ട് കാണാം കേട്ടോ. അത്ര ലാഗ് അടിപ്പിക്കുന്നില്ല. അതാ ഗൈസ് നമ്മൾ ചെറുതായിട്ടൊരു അമ്മളി പറ്റി. ഇപ്പോഴാണ് നമ്മളെ മുതലാളി വിളിച്ചിട്ട് പറഞ്ഞ് ഇത് പുള്ളി ഈ വണ്ടിക്ക് ഇൻഷുറൻസ് പോയി, അപ്പോൾ ഇൻഷുറൻസ് പുതുക്കണമെന്നുണ്ട്. അപ്പോൾ പറഞ്ഞ് നമ്മളപ്പം നേരെയുള്ള റൂട്ട് കയറി വരണ്ട, നിങ്ങൾ ഇച്ചിരി കറങ്ങി കയറി വന്നാൽ മതി, കാരണം അവിടെ പോലീസ് ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇൻഷുറൻസ് ഇല്ലെങ്കിൽ എങ്ങനെയാലും പെറ്റി വീഴും. പുള്ളിയുടെ ഫണ്ടില്ലാത്തതുകൊണ്ട് പുള്ളി പറഞ്ഞ് കറങ്ങി കയറി വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു മറ്റേ കട്ട് റോഡ് എടുത്ത് ഇങ്ങനെ കയറി വരികയാണ് ഗൈസ്. ഒന്നുമില്ല, ഞാനിതൊരു ഈ വഴി പോയിട്ടില്ല ഗൈസ്, ഇത് ഞാൻ ആദ്യമായിട്ടാണ്. അല്ലടാ ഞാൻ ഈ വഴി കണ്ടിട്ട് പോലുമില്ല, ഞാനിത് ആദ്യമായിട്ടാണ്. അതെ ഇനി നമുക്ക് നമ്മുടെ വണ്ടിക്ക് നമുക്ക് ഇവിടെ കുറച്ച് കമ്പനി ഒപ്പിക്കണം. എന്നിട്ട് ഇവിടെ ചെക്കിങ് ഉള്ള സമയത്തെ അല്ലല്ല അപ്പുറ റൂട്ടിൽ ചെക്കിങ് ഉള്ള സമയത്ത് നമുക്ക് ഈ റോഡ് കയറി വരാല്ലേ. ഇൻഡിക്കേറ്ററിന്റെ ടൂണൊക്കെ മാറ്റിയടാ. ശരി പറഞ്ഞത് ഹെവി മോഡിഫൈഡ് വണ്ടിയാണ് ഗൈസ്. സ്റ്റിയറിംഗ് കവറല്ല, ഫ്ലോർ മാറ്റുണ്ട്. ചുമ്മാ ആയിരിയാണ്, നിങ്ങൾ എന്തിനാണ് CM-നെ കിട്ടി ട്രോളുന്നത്? 100-110 പെട്ട. അന്നൊരു കാര്യം ചെയ്യാം, അജിനൊരു പാട്ടങ്ങ സ്റ്റീലോടെ എന്നിട്ട് പറപ്പീരം കൂട്ടി. എൻ്റെ പൊന്നടെ കോപ്പി റൈറ്റ് അടിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ അജിനൊരു വില്ലിട്ട് അങ്ങോട്ട് ചവിട്ടി വിടത്തില്ല ഞാൻ. എനിക്കറിയാലോ, കഴിഞ്ഞ വട്ടം നമ്മൾ വാഗമണ്ണ് പോയപ്പോൾ 100-110 പിന്നെ 300 കയറണമെന്ന് വെച്ചാ പിന്നെ എന്തോ ആ ഒരു ഇതിലൊക്കെ പോയി ഫ്ലോയില്. തള്ളൊന്നും അല്ലടി, 100 കയറ്റിയാ നീ ഉറങ്ങിപ്പോയല്ലേ. അത് പിന്നെ അവിടെ വണ്ടി ഇതുണ്ട്, ഇങ്ങനെ വണ്ടി കയറുമ്പോൾ നമ്മളങ്ങളിൽ 20-10 പോകത്തുള്ളൂ. അങ്ങനെ പോയ കാര്യമാണ് ആ കൊച്ചു പറഞ്ഞത്. ഫുൾ ടൈം കൊണ്ടുകൊണ്ട് പമ്പി കയറ്റണ്ട എടി. ഇവൻ നമ്മളെ കുറെ ഇട്ടിട്ട് വലിപ്പിക്കുന്ന കേട്ടാ ഈസുകാരൻ. ഇവനെങ്ങനെ നൈസായിട്ട് ബാഗിൽ കൊണ്ട് ഇടിച്ചാല് വേണ്ട, നിർത്താതെ അങ്ങ് പോവാ. പണി വരുമ്പോ മുതലാളിക്കിട്ടല്ലേ വരത്തുള്ളൂ. വണ്ടി അങ്ങോട്ട് ഒരു വലിഞ്ഞ് കയറുന്നില്ല കേട്ടോ, ഇതൊരു പിടുത്തം പോലെ. സൈഡ് ഇതങ്ങോട്ട് ഒരു പിടുത്തം കാരണം ഓവർടേക്ക് ചെയ്യാനും പറ്റത്തില്ല. വളവെത്തി. അയ്യോ അണ്ണാ, ഇനി നിങ്ങൾ വീഡിയോ കട്ട് ചെയ്തേക്ക്. ഇപ്പൊ തന്നെ ലെങ്ത് കൂടാറായി. നിങ്ങൾ ഹൈ റേഞ്ച് എത്തിട്ട് കാണിച്ചാൽ മതി. ഇനി ഹൈ റേഞ്ച് എത്തിയിട്ട് കാണിക്കട്ടെ, ഇല്ലെങ്കിൽ ഭയങ്കര ലാഗായിപ്പോ. കുറച്ച് അത് കുറച്ച് നമ്മുടെ വൈബ് സ്ഥലത്തെത്തിട്ട് ഞാൻ ബ്ലോഗ് എടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ അടിവാരത്തെത്തിയിട്ടുണ്ട്. അളിയ പിന്നെ നീ ഏത് ടീമിന്റെ ഫാന്? വേൾഡ് കപ്പ് ഒക്കെ അല്ലേ? ഞാൻ ബ്രസീൽ.
മെസ്സി, നമ്മുടെ നെയ്മർ, പിന്നല്ല. നീ ബ്രസീലാ? അതെ, നമ്മളെ പോർച്ചുഗല്ലേ. ഇന്നലത്തെ കളി കണ്ടല്ലോ, നമ്മളെ ഊക്കിയവരെയൊക്കെ നമ്മളെ അടിച്ചു കൊടുത്ത്. അണ്ണാ ഒരു കളിയല്ലേ നിങ്ങൾ ജയിച്ചുള്ളൂ, ഇനിയിപ്പോ കാണാലോ. കാണാടാ, അങ്ങനെ അടുത്ത ഫൈനലിൽ എത്തുമെന്ന് കാണാല്ലോ. അല്ല, ഫൈനലിൽ എത്തി കാണില്ലേ? നീ ഇതിനെ പറ്റി വല്ല ഐഡിയ ഒന്നുമില്ല. കാണാടാ, ഫൈനലിൽ കാണാടാ. നിന്റെ നെയ്മറാണോ നമ്മുടെ റൊണാൾഡോ ആണോ? പാലത്തിൽ ഓവർടേക്ക് ചെയ്യില്ല നിനക്ക്, കാരണം ഇതൊരു ആക്സിഡന്റ്, അപകട സാധ്യത മേഖലയാണ്. ഇവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് കൊക്കെ പോകും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചതില്ല, വീഡിയോ ഇപ്പൊ 12 മിനിറ്റ് ആയി. ലോങ് ആകൂ. ഇതാണ് ഒരു ഇതാണ് ലോങ് ആണ് സ്ഥലം. മിക്കവാറും ഇത് പാർട്ട് 2 ആയിട്ട് വ്ളോഗ് ഇറക്കണ്ടായിരിക്കും കേട്ടാ. അയ്യോ, ഇപ്പൊ വണ്ടിക്ക് പിന്നെ ഭയങ്കര ഓട്ടി ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് വലിയ സീനില്ല. സൈഡ് തെറ്റി എന്റെ പൊന്നു. ഗ്ലാസ് ഒന്ന് നിർത്താൻ കേട്ടോ. ഓ തട്ടിയടാ. എവിടെയൊക്കെയോ തട്ടിയിട്ടുണ്ട് കേട്ടാ. ഇത് മിക്കാറും അങ്ങേര് ബോണസീന്ന് വിളിക്കുക. അങ്ങേര് ഒന്നാമതൊരു മൊരടനാ. അണ്ണാ നിങ്ങൾ നേരെ ചൊവ്വനെ വോട്ടില്ലേ? അങ്ങേരെ അറിയില്ല, അങ്ങേരെ ഉള്ള ശമ്പളം പോലെ ബോണസ് തൊട്ടുള്ള ശമ്പളം പോലെ അങ്ങേര് നേരെ തരില്ല. അല്ലെന്നാ ഇപ്പൊ തന്നെ വീഡിയോ കഴിഞ്ഞ ലോങ് ആയി. നിങ്ങൾ ഇങ്ങോട്ടേലും ഒതുക്ക്, നമുക്ക് ഔട്ടർ എടുക്കാനുള്ള. അതല്ല, എനിക്കൊരു ചായ കുടിക്കാൻ തോന്നുന്നു. എന്നിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. ഇന്നത്തെ കോട്ട ഇത്ര മതി ഗൈസ്. ഞാൻ വണ്ടി നിറങ്ങട്ടെ ഔട്ടർ പറയാനായിട്ട്. അങ്ങനെ കഴിച്ച് നമ്മൾ നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാൻ പോണം. അപ്പുസൈട്ട് അങ്ങോട്ടാണ്ട് പോയി, അവൻ ചായ കുടിക്കാൻ അങ്ങോട്ട് പോയി. അപ്പം നിങ്ങൾക്ക് അവനില്ല. അപ്പം ഞാൻ തന്നെയാണ് ഇന്നത്തെ ഔട്ടർ പറയുന്നത് കഴിച്ച്. അപ്പം പാട്ട് വീഡിയോ ആയിട്ട് ഗുണമെന്ന് വെച്ചാൽ ഇത് ബോറായിരിക്കും കഴിച്ച്. കാരണം അവന്മാരെ ഡ്രൈവിങ്ങും കൊടയും മാത്രമേ ഉള്ളൂ. അവൻ്റെ ട്രിപ്പാണെങ്കിൽ അവരാൾ നിർത്തി അങ്ങനെ ഉണ്ടല്ലോ. അപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കഴിച്ച്. അപ്പം വീണ്ടും നമ്മൾ ബസ്സിൻ്റെ വീഡിയോ ആയിട്ട് സ്റ്റേ ട്യൂൺ.